നമസ്കാരം. നമ്മളിത് പറയാൻ പോകുന്ന ടോപ്പിക് ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജിനെ ഞാനൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. അവിടെ ഒരു ടെസ്റ്റ് ചാർജ് ഏതാ? പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവായിട്ടുള്ള ടെസ്റ്റ് ചാർജിനെ ഞാനിവിടെ ഫ്രീ ആയിട്ട് വെക്കും, സ്വതന്ത്രമായിട്ട് വെക്കും. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അയാൾ ഒറ്റ പോക്ക് എങ്ങനെയാ പോവാ? ഇങ്ങനെ പോകില്ലല്ലോ. എങ്ങനെ പോകും? അയാള് ഈ സോഴ്സ് ചാർജിന്റെ റിപ്പൾഷൻ കാരണം ഇങ്ങനെ ഒരു പോക്ക് പോകും അല്ലെ. അപ്പൊ ഇതെന്താണ് ഞാൻ ഇവിടെ വരച്ചിട്ട്? ശരിക്കും എന്താണ് ഇവിടെ വെച്ചിട്ടുണ്ടായ ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറയുന്ന യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിലേക്ക് കൂടി നമുക്ക് വരക്കാൻ പറ്റുന്ന ലൈനാണിത്. അതേപോലെ ഞാനിവിടെ ടെസ്റ്റ് ചാർജിന് വെക്കുന്നത് ഇവിടെയാണെങ്കിലോ അയാൾ എങ്ങനെ മൂവ് ചെയ്യും? റിപ്പൾഷൻ കാരണം ഇങ്ങനെ മൂവ് ചെയ്യും. ഇവിടെ വെച്ചാലോ റിപ്പൾഷൻ കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഈ സോഴ്സ് ചാർജിന്റെ ചുറ്റുമായിട്ട് ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ ഈ ടെസ്റ്റ് ചാർജിനെ വെക്കുന്നോ, എങ്ങനെ സ്വതന്ത്രമായി വെക്കാണ്. അയാൾ അവിടെ വിട്ടേച്ചപ്പോൾ പോവാണ്. അപ്പോൾ ആ ടെസ്റ്റ് ചാർജിനെ സോഴ്സ് ചാർജ് റിപ്പൽ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിലേ കൂടി നമ്മൾ കുറെ ലൈൻസ് അങ്ങ് വരക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ലൈനുകളാണ് ഞാനവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതേപോലെ നെഗറ്റീവ് സോഴ്സ് ചാർജിന്റെ അടുത്ത് ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഫ്രീ ആയിട്ട് വെച്ചു. ഞാൻ അവിടെ പിടിച്ചു വെക്കുന്നില്ല, അയാളെ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരും, ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ വരും അല്ലേ. അയാൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതേപോലെ ഇവിടെ വെച്ചാലോ ഇങ്ങനെ വരും സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട്. ഓക്കെ, അപ്പോ ഈ നെഗറ്റീവ് സോഴ്സ് ചാർജിന്റെ ഫീൽഡിൽ ഞാനൊരു ടെസ്റ്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ, സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുമായിരുന്ന പാത്തിലെ കൂടിയിട്ട് നമുക്ക് ലൈൻസ് വരച്ചാൽ കിട്ടുന്ന ലൈനുകളാണിവ അല്ലേ. അവിടെ കിട്ടുന്ന ലൈനുകളാണിവ. അപ്പോ ഇങ്ങനെ നമ്മൾ വരക്കുന്ന ലൈനുകൾക്കൊരു പേരുണ്ട്. ആ പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. വേറൊരു പേര് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിന് പറഞ്ഞു തരട്ടെയോ? ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, അറിയാവോ? ആ പേരാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പൊ നിങ്ങൾക്കത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഞാൻ പറയട്ടെ, എന്താ സംഗതി? എന്താണ് ആ സംഗതി? നമ്മൾ ഒരു ചാർജിന്റെ ഫീൽഡിൽ, അത് ഏതുമായിക്കൊള്ളട്ടെ, പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അത് ഒരു ചാർജിന്റെ ആവണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ചാർജുകൾ എടുക്കാം. ഒരുപാട് ചാർജുകൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇങ്ങനെ കുറെ ചാർജുകളുടെ ഫീൽഡിലേക്ക് നിങ്ങൾ ടെസ്റ്റ് ചാർജ് വിടുന്നു, സ്വതന്ത്രമായിട്ട് വിടുന്നു. ഇങ്ങനെ ഒരു സിംഗിൾ ചാർജിന്റെയോ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചാർജസിന്റെ ഫീൽഡിൽ സ്വതന്ത്രമായിട്ട് ഒരു ടെസ്റ്റ് ചാർജിന് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിലെ കൂടിയിട്ട് നമ്മൾ വരക്കുന്ന ഇമാജിനറി ലൈൻസ് ആണത്. Okay, so these are the imaginary lines. Note down, these are the imaginary lines drawn along the path through which the unit positive test charge will move in an electric field if it is free to do so. അങ്ങനെ മൂവ് ചെയ്യാൻ, സ്വതന്ത്രമായിട്ട് അയാളെ മൂവ് ചെയ്യാൻ വിടുമ്പോൾ അയാളെ പോകുമായിരുന്ന പാത്താണത്. എടാ, ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചിപ്പോൾ നമുക്ക് എന്താ പോകാനുള്ളത്? നമുക്ക് ലൈൻസ് ഇത് വരക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതെന്താ പറയാ, ഫീൽഡ് ലൈൻസ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്താ ഇപ്പൊ ഗുണം? അതെന്തെന്നറിയാം, നേരെ ശ്രദ്ധിച്ചോ. ഏതൊരു ചാർജിന് ചുറ്റും അതിൻ്റെതായിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ടല്ലോ. ഫീൽഡ് എന്താണ്?
ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ചാർജിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു മേഖല, ഒരു റീജിയൻ അല്ലെ, ഒരു സ്പേസ്. ആ സ്പേസ് എങ്ങനെയുള്ളതാണ്? ഇപ്പൊ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, പോസിറ്റീവ് സോഴ്സ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന അതിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ഇങ്ങനെയുള്ളതാണോ അല്ല ഇങ്ങനെയുള്ളതാണോ അല്ല ഇങ്ങനെയുള്ളതാണോ അല്ല വട്ടത്തിലുള്ളതാണോ എങ്ങനെയാണ്? അതൊരു സ്ഫിയറാണോ? അതൊരു സ്ഫിയറാണോ അല്ല അതൊരെന്താ പറയാ പ്രിസമാണോ? ആ സ്പേസിന്റെ ഇത് ഷേപ്പ് എങ്ങനെയാണ്? What is the geometry of the space around the charge? ആ ഷേപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡ് ലൈൻസിന്റെ ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണോ അതാണ് ഫീൽഡിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വേറൊരു ഡെഫിനിഷൻ കൂടി എഴുതാം. These are the imaginary lines which is used to represent the field around a single charge or system of charges. രണ്ട് ഡെഫിനിഷനായി ഒന്ന്, these are the imaginary lines drawn along the path through which the unit positive test charge will move in an electric field if it is free to do so. Or പറഞ്ഞോളൂ എന്താണ്? It is the method used to represent the nature of electric field around the single charge or a system of charges. അപ്പൊ എന്താണ് സംഗതി മനസ്സിലായി? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാമോ? നമ്മൾ സിംഗിൾ ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസും അതേപോലെ സിസ്റ്റം ഓഫ് ചാർജസിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് വരക്കാൻ വേണ്ടി പാടും. സിംഗിൾ ചാർജ് എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ എന്തായി? ഒന്നിന് രണ്ട് ചാർജ് ആവാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ചാർജ് ആവാം. നമ്മൾ രണ്ട് ചാർജാണ് ഇവിടെ എടുക്കുന്നത്. സിസ്റ്റം ഓഫ് ചാർജസിൽ രണ്ട് ചാർജ്, അതിപ്പോ മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. രണ്ട് പോസിറ്റീവ് ചാർജിന്റെ കോമ്പിനേഷൻ, രണ്ട് നെഗറ്റീവ് ചാർജിന്റെ കോമ്പിനേഷൻ, ഒരു പോസിറ്റീവിന്റെയും ഒരു നെഗറ്റീവിന്റെയും കോമ്പിനേഷൻ. ഇങ്ങനെ ടോട്ടൽ ഒരു 5 കേസുകളിൽ what is the nature of electric field line നമുക്കൊന്ന് വരച്ചാലോ? വരച്ചതല്ലേ കേട്ടോ, പുതുതായിട്ടൊന്നുമല്ല. സോ ഫസ്റ്റ് വൺ, ഫീൽഡ് ലൈൻ due to field lines due to isolated positive charge. Isolated positive charge. Okay, ഒറ്റ ഒരു പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഇതാ നോക്കടാ മക്കളെ, ഇതാ. അപ്പൊ ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടല്ലോ. ആ ഫീൽഡിലേക്ക് ഞാൻ ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ പല സ്ഥലങ്ങളായിട്ട് പ്ലേസ് ചെയ്യും. ഇവിടെ അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഞാൻ പ്ലേസ് ചെയ്യും. എങ്കിൽ അയാൾ മൂവ് ചെയ്യുമായിരുന്ന പാത്തിലേക്ക് കൂടിയിട്ട് നമ്മൾ ലൈൻസ് വരച്ചാൽ കിട്ടുന്ന ലൈനുകൾ അതാണ് ഐസോലേറ്റഡ് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ്. ഓക്കെ, നിങ്ങൾ ആ ചിത്രമാകെ വരച്ചാൽ മതി. എങ്ങനെയായിരിക്കടാ മക്കളെ? അതിങ്ങനെയല്ലേ നോക്കടാ, ഇങ്ങനെയല്ലേ? സംശയം വരാൻ യാതൊരു സാധ്യതയില്ല. എന്തേടാ ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇങ്ങോട്ടാണ്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്. ആ ഡയറക്ഷൻ നോക്കണം. ഫീൽഡ് ലൈൻസിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം. ഫീൽഡ് ലൈൻസ് എന്നുള്ളത് ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്താണ്. ആ പാത്തിന് ഡയറക്ഷൻ കൊടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കുമെടാ കുഞ്ഞുമക്കളെ ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ദി പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. പോസിറ്റീവ് സോഴ്സ് ചാർജ്. ഓക്കെ, ഇതാണ് ഫീൽഡ് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഐസോലേറ്റഡ് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ്. ഇത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഒരു സിംഗിൾ ചാർജ്, ഇതാ ഒരു ചാർജ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു ഫീൽഡ് ലൈന്, ഇങ്ങനെ ഒരു ഫീൽഡ് ലൈന്, ഇങ്ങനെ ഒരു ഫീൽഡ് ലൈന്, അങ്ങനെ ഒരു പ്ലെയിനിലല്ല ഇത് പ്ലെയിനല്ല. ഇത് എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ട്. അപ്പൊ ആക്ച്വലി അതൊരു 3 ഡയമെൻഷൻ ആണ്.
നമ്മളതവിടെ 2 ഡയമെൻഷനിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സെക്കൻഡ് വൺ field line due to isolated negative charge. Isolated negative charge. നോക്ക് അല്ലേ, അതെന്താണ്? Source charge ആണ്. Source charge is the isolated negative charge. അപ്പൊ അതിന് ചുറ്റുമുള്ള ഫീൽഡിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ആ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വിടാൻ പോവാണ്. അപ്പൊ എന്തെയും ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ വരച്ചാൽ കിട്ടുന്ന ഫീൽഡ് ലൈൻസ് അതിതാണ്. അതിങ്ങനെയായിരിക്കും. ശരിയല്ലേടാ മക്കളെ? ഡയറക്ഷൻ നോക്കണം. ടെസ്റ്റ് ചാർജ് സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യുകയാണ്. അവിടെയോ, അവിടെ സോഴ്സ് ചാർജിൽ നിന്ന് അകലേക്ക് പോവാണ്. അപ്പൊ ഇതാണ്. ഇത് വേറെ ഐസോലേറ്റഡ് ചാർജ് പോസിബിൾ അല്ലല്ലോടാ. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അറിയാവോ? നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ചാർജസ്. അവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് ടോട്ടൽ മൂന്നാമത്തത് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു a system consisting of a positive and a negative charge. What is the name of that system? Dipole, electric dipole. Okay, ennaane appo field lines due to an electric dipole. Field lines due to an electric dipole. അപ്പൊ നമുക്കൊരു ഡൈപോള് വേണ്ടടാ. ഡൈപോള് വേണ്ടേ? ഇതാ ഡൈപോള്. മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. ഒരു മൈനസ് ക്യൂ ചാർജ്, ഒരു പ്ലസ് ക്യൂ ചാർജ്. നന്നായിട്ട് നോക്കണം. ഇവിടത്തെ നോക്കണം. നമ്മൾ എങ്ങാനും ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു. നിങ്ങൾ തന്നെ പറയണം അത് എങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ വെച്ച ടെസ്റ്റ് ചാർജ് അല്ല, ഇവിടെ വെച്ച ടെസ്റ്റ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും അല്ലേ? ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണോ, അപ്പൊ അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഇവിടെ വെച്ച ടെസ്റ്റ് ചാർജോ അത് ഇവിടെ നിന്ന് റിപ്പൽ ഇങ്ങനെ പോകും. ഇനി ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാലോ അതിന്റെ ഈ പ്ലസ് ക്യൂവിൽ നിന്ന് റിപ്പലയും മൈനസ് ക്യൂവിന്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യും. ഇങ്ങനെ ഫീൽഡ് ഇങ്ങനെ തന്നെ വരും. ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെക്കാം. ഇങ്ങനെയായിരിക്കും ഫീൽഡ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇവിടെ വെച്ചാൽ എങ്ങനെ അറിയാം? റിപ്പൽ ചെയ്ത് ഇങ്ങനെ വരുമ്പോ പിന്നെ അതിന്റെ ഫീൽഡിലോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് ഫീൽഡ് ലൈൻസ് വരച്ചാൽ ഏകദേശം ഇങ്ങനെ കിട്ടണം മക്കളെ. ശ്രദ്ധിച്ചാണോ? ഡയറക്ഷൻ ബുദ്ധിമുട്ടില്ല അല്ലെ? ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകും. അതേസമയം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ട്
ഇതാണ് ഡൈപോൾ കാരണമുള്ള ഫീൽഡ് ലൈൻസ്. അവിടെ നിങ്ങൾ നോക്കേ, ആ സെന്ററിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതേസമയം ബാക്കി ചുറ്റുമുള്ളത് എന്താണ്? അത് കർവ്ഡ് ലൈൻസ് ആണ്. ഇവിടെ ഫീൽഡ് ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇവിടെ നടുവിലെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ബാക്കി ഫീൽഡ് ലൈൻസ് എല്ലാം എന്താണ്? അത് ഒരു 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 ഒന്നല്ല, ഒരുപാട് കർവ്ഡ് ലൈൻസ് ആണ്. സോ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കേ, നെക്സ്റ്റ്. അപ്പോ സിസ്റ്റം ഓഫ് ചാർജ് രണ്ടെണ്ണമാണ് എടുക്കുന്നത്. അതിൽ ഒന്ന് പറഞ്ഞു ഒരു നെഗറ്റീവിന്റെയും ഒരു പോസിറ്റീവിന്റെയും പറഞ്ഞു. ഇനി ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു equal and similar positive charges. അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് എടുക്കണം. അത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള രണ്ട് പോസിറ്റീവ് ചാർജ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. അപ്പൊ ഇവിടെ ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയടാ? ഇവിടെ ഡിസ്റ്റന്റ് ആക്കി വെച്ചാൽ എന്തെയും അത് ഇങ്ങനെ റിപ്പലയും, ഇവിടെ വെച്ചാലോ ഇങ്ങോട്ട് റിപ്പലയും. ഇനി നമ്മളെങ്ങാൻ ഇവിടെ വെച്ചിട്ടില്ല, ഇവിടെ വെച്ചാൽ ഇതിനെ റിപ്പൽ ഇത് ഇങ്ങോട്ട് പോരാ, റിപ്പൽ ഇതിന് ഇങ്ങോട്ട് പോകില്ല. അപ്പൊ ഇതിന്റെ റിപ്പൽഷൻ ഉണ്ടാവും. ഇവിടെ വെച്ചാൽ ഇത് ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ റിപ്പൽ ചെയ്യും, പക്ഷെ ഇങ്ങനെ പോകില്ല, കാരണം ഇതിന്റെ റിപ്പൽഷൻ വരും. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇനി വന്ന് വായും. ഇനി ഇവിടെ വെച്ചാലോ ഇങ്ങനെ താഴോട്ട് വളയും. ഓക്കെ, ഇനി ഇവിടെ വെച്ചാലോ ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, പക്ഷെ ഇതിന്റെ ഫീൽഡ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഫീൽഡ് ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വളർന്നു പോകും. ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ താഴോട്ട് വളർന്നു വരും. മനസ്സിലാകുന്നത് തന്നെ നടക്കുന്നു സാർ? താഴോട്ട് ഇങ്ങനെ വളർന്നു വരും. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ ഇങ്ങനെ വരും. അപ്പൊ പോസിറ്റീവ് ചാർജ് കാരണമുള്ള രണ്ട് പോസിറ്റീവ് ചാർജ് കാരണമുള്ള എന്താ പറയാ ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണടാ, ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുണ്ട്. ഇതിന്റെ കേസിലും ഇനി അടുത്ത കേസിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനുണ്ട്. അത് അടുത്തത് കൂടി പറഞ്ഞിട്ട് പറയാം. അഞ്ചാമത് എന്താണ്? ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു equal and similar negative charges. Equal and similar negative charges. Equal and similar negative charges. Okay. അപ്പൊ ഇവിടെ പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ലാതെ ഇതേ സമയം ഡയറക്ഷൻ മാത്രം വ്യത്യാസം. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ഇതാണല്ലോ, സിംഗിൾ പോസിറ്റീവ് സിംഗിൾ നെഗറ്റീവിലല്ലേ. അവിടെ പോസിറ്റീവിന്റെ അതേ നേച്ചുറല്ലേ നെഗറ്റീവിന് കിട്ടിയത്, ഡയറക്ഷൻ മാത്രം വ്യത്യാസമല്ലേ. അതേപോലെ തന്നെ രണ്ട് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസിന്റെ നേച്ചർ തന്നെയാണ് രണ്ട് നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസിന്റെ നേച്ചറും. പക്ഷെ എന്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ? ആ ഡയറക്ഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ആ പ്രത്യേകത അറിയാതെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്,
ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുണ്ടടാ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താണ് ആ പോയിന്റ്? ഞാൻ പറയാതെ കേൾക്കോ. അപ്പൊ ഇവിടെ ടെസ്റ്റ് ചാർജ് വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യൂ. ഇവിടെ വെച്ചാലോ അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യൂ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ഇതേ ഷേപ്പ് തന്നെ, പക്ഷെങ്കിൽ എന്തിനാ വ്യത്യാസം? ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇതല്ലേ ഈസി ആയില്ലേ? ഉണ്ടായി ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കലേ അങ്ങനെയാടാ. ഡ്രോ ദി ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ടു പോസിറ്റീവ് ചാർജസ് or system of negative charges or a system consisting of a dipole. എന്താ ചോദിച്ചാ രക്ഷപ്പെട്ടടാ. രണ്ട് മാർക്കാണോ? രണ്ട് മാർക്കാ ചോദിക്കുന്നത്. ഇനി എന്താണ് അവിടെ പറയാനുള്ള പോയിന്റ് അറിയാവോ? ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കടാ, രണ്ട് സിമിലർ ചാർജുകൾ എടുക്കുമ്പോൾ ഈക്വലാൻഡ് സിമിലർ ആയിട്ടുള്ള രണ്ട് ചാർജുകൾ എടുക്കുമ്പോൾ അതിന്റെ നടുഭാഗം കണ്ട there is no field lines ഫ്രീ ആയിട്ടുള്ള റീജിയൻ. അവിടെ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ടെണ്ണത്തിന് പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് ഫീൽഡ് ലൈൻ അല്ല, ഇതിനെ രണ്ടും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്താല് അതിന്റെ സെന്ററില് ഈ പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡും നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡും ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യും. എടാ, ഇവിടെ ഞാൻ ടെസ്റ്റ് ചാർജ് വെച്ചു വിചാരിക്കേ. Q0 എന്നുള്ള ടെസ്റ്റ് ചാർജ് വെച്ചാൽ ആ Q0 ഇയാൾ അങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പൾസീവ് ഫോഴ്സ് ഈ സെന്ററില് ഈക്വൽ ആയിരിക്കും അല്ലേ? കാണുന്ന Q ഈക്വൽ ആണ്. ഏതാ ഫീൽഡിനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? 1/4πε0 Q/r². അപ്പൊ ഈ ഡിസ്റ്റൻസ് r1 ആണെന്ന് വിചാരിച്ച്, ഈ ഡിസ്റ്റൻസ് r2 ആണെന്ന് വിചാരിച്ച്, അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് എത്രയാണ്? r1². അതേ പോയിന്റിലെ ഈ പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് എത്രയാണ്? 1/4πε0 Q/r². ആ പോയിന്റിൽ രണ്ടും ഈക്വൽ ആണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ക്യാൻസൽഡ്. സോ 1/r1² is equal to 1/r2², which means r1 is equal to r2. അതിന്റെ മീനിങ് എന്താ? r1 is equal to r2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എവിടെയാ? അത് സെന്ററിലാണ്. അങ്ങനെ ഫീൽഡ് ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവിടെ നിങ്ങൾ ഏത് ചാർജ് ഈ പോയിന്റിൽ നിങ്ങളൊരു ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ അതാണ് നിൽക്കും. അതിനനക്കമില്ല. കാരണം അതിന്റെ മുകളിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. ആ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഫീൽഡുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ പേരാണ് ന്യൂട്രൽ പോയിന്റ്. ന്യൂട്രൽ പോയിന്റ് denoted by the letter capital N. Here ഇതാണ് ന്യൂട്രൽ പോയിന്റ്. അപ്പൊ എന്താണ് ന്യൂട്രൽ പോയിന്റ്? രണ്ട് സിമിലർ ചാർജുകൾക്കിടയിൽ
രണ്ട് ചാർജുകൾ കാരണമുള്ള ഫീൽഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ആ പോയിന്റ് ആണ് ന്യൂട്രൽ പോയിന്റ്. അതെ, ഈ രണ്ട് ചാർജുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാൽ, എന്നെ കേൾക്കണേ, ഈ രണ്ട് ചാർജുകൾ ഈക്വൽ ആയാൽ അതെവിടെയാണ്? അത് സെന്ററിലായി. ആ ന്യൂട്രൽ പോയിന്റ് സെന്ററിലായി. ഈക്വൽ ആയാൽ ന്യൂട്രൽ പോയിന്റ് സെന്ററിലായി. ഇനി ഈക്വൽ അല്ലാതെ വിചാരിക്കാം. ഇത് രണ്ട് ഈക്വൽ അല്ലാതെ വിചാരിക്കാം. ഈക്വൽ അല്ല. ഓക്കെ, ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2. ഓക്കെ, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, അവിടെയും നിങ്ങൾക്കൊരു ന്യൂട്രൽ പോയിന്റ് കിട്ടും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്ന ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ്, അതായത് ന്യൂട്രൽ പോയിന്റ് കിട്ടും. അവിടെ ഇത് കാരണമുള്ള ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതായത് 1/4πε0. നമ്മളിപ്പോ പറഞ്ഞ കേസ് ഏതാ? if two charges are not equal, similar ആണ്. Two charges are similar but not equal. അങ്ങനെയാണെങ്കിൽ 1/4πε0 Q1 by ഈ ഡിസ്റ്റൻസിന് R1 എന്ന് വിളിക്കാം, ഈ ഡിസ്റ്റൻസിന് R2 എന്ന് വിളിക്കാം. Q1/R1 square equal to 1/4πε0 Q2/R2 R2 square. We cancel ചെയ്തു. That means Q1/R1 square is equal to Q2/R2 square, or Q1/Q2 is equal to R1 square by R2 square. Important relation ആണ്. ഓക്കെ, അപ്പൊ ഈക്വൽ അല്ല എങ്കിൽ, രണ്ട് ചാർജുകൾ ഈക്വൽ അല്ല, സിമിലർ ആണെങ്കിൽ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ന്യൂട്രൽ പോയിന്റ്, ഒരു പർട്ടിക്കുലർ ചാർജിൽ നിന്ന് ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ കുഴപ്പമില്ല, സെൻട്രൽ പോയിന്റിലാണ് ന്യൂട്രൽ പോയിന്റ്. ഈക്വൽ അല്ല എങ്കിൽ ആ ന്യൂട്രൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. R1 എന്താ? Q1 ൽ നിന്നുള്ള ഡിസ്റ്റൻസ്. R2 എന്താ? Q2 ൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, മനസ്സിലായോ? അത് എപ്പോഴും ഈക്വൽ അല്ല എങ്കിൽ ന്യൂട്രൽ പോയിന്റ് എന്നുള്ളത് ചെറിയ ചാർജിന്റെ അടുത്തായിരിക്കും, വലിയ ചാർജിന് ദൂരെയായിരിക്കും. അതുകൊണ്ടാ it is nearer to this small, lightest charge, nearer to the lightest charge, away from the heaviest charge. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഫീൽഡ് ലൈൻസ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ.